നമസ്കാരം. വീക്കിലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപ് വരും ദിവസങ്ങളിൽ സ്വീകരിക്കാൻ പോകുന്ന സാമ്പത്തിക നയങ്ങളിലുള്ള ആശങ്കയാണ് പോയ വാരം ആഭ്യന്തര വിപണിയിൽ പ്രതിഫലിച്ചത്. ഹൈലി വോളറ്റൈലായ ട്രേഡിംഗ് സെഷനുകളിൽ പല സെക്ടറൽ സൂചികകളും തകർന്നെങ്കിലും IT മേഖല മികച്ച മുന്നേറ്റമാണ് നടത്തിയത്. AI മേഖലയിൽ $500 ബില്യൺ നിക്ഷേപം നടത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം അമേരിക്കൻ ടെക് ഹെവി ഇൻഡെക്സുകളെ റെക്കോർഡ് ഉയരങ്ങളിലേക്ക് നയിച്ചപ്പോൾ അത് ഇന്ത്യൻ IT സെക്ടറിലും പ്രതിഫലിച്ചു. കോർപ്പറേറ്റ് തലത്തിൽ നിർണായകമായ പല കമ്പനികളുടെയും പാദഫലം പ്രതീക്ഷകൾക്കനുസൃതമായെങ്കിലും മാനേജ്മെന്റ് കമന്ററികൾ ഓഹരികളിൽ വിൽപ്പനാ സമ്മർദ്ദത്തിന് കാരണമായി. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ IT, പ്രൈവറ്റ് ബാങ്ക് സൂചികകൾ ഒഴികെയുള്ള സെക്ടറൽ ഇൻഡെക്സുകളിൽ കനത്ത സെല്ലിംഗ് പ്രഷറായിരുന്നു കണ്ടത്. നിഫ്റ്റി 50 സൂചിക 0.48% ഇടിഞ്ഞപ്പോൾ ബാങ്ക് നിഫ്റ്റി 0.36% ഇടിഞ്ഞത്. സൂചികകളിൽ ഏറ്റവും അധികം ഇടിവ് നേരിട്ടത് റിയൽറ്റിയാണ്. ഇടിവ് 9.12%. തൊട്ടുപിന്നാലെ എനർജി സൂചിക 4.1% ഇടിഞ്ഞു. ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയിലെ ഇടിവ് 3.85%. ബ്രോഡർ മാർക്കറ്റിലും ഇടിവ് പ്രകടമായതോടെ BSE മിഡ് ക്യാപ്പ് 2.39%, സ്മോൾ ക്യാപ്പ് 4.21% ഇടിവിലേക്കും വീണു. നേരിയ മുന്നേറ്റം നടത്തി പ്രതീക്ഷ നൽകിയ പ്രൈവറ്റ് ബാങ്ക് സൂചികയ്ക്ക് പിന്നാലെ IT ഓഹരികളുടെ കുതിപ്പിൽ സൂചിക വീക്ക്ലി പെർഫോമൻസിൽ 3.55% ഔട്ട് പെർഫോമൻസ് ആണ് നടത്തിയത്. ട്രംപോണോമിക്സിന്റെ ആദ്യ ആഴ്ചയിൽ അമേരിക്കൻ സൂചികകളിൽ പുത്തൻ ഉണർവാണ് കാണാൻ സാധിച്ചത്. AI മേഖലയിൽ വരാനിരിക്കുന്ന റെക്കോർഡ് നിക്ഷേപം ടെക് ഹെവി ഇൻഡെക്സുകളെ ഉണർത്തി. കഴിഞ്ഞ ആഴ്ചയിൽ വന്ന വിവിധ ഡാറ്റകളെക്കാൾ ഉപരി ട്രംപിന്റെ പ്രഖ്യാപനങ്ങളാണ് അമേരിക്കൻ സൂചികകളെ നയിച്ചത്. ഫ്രീ ട്രേഡിൽ നിന്നും പ്രൊട്ടക്ഷനിസത്തിന്റെ കാലത്തിലേക്കാണ് അമേരിക്ക ചുവടുവെക്കുന്നത്. എന്നാൽ വിപണി ഈ നീക്കത്തോട് ആദ്യഘട്ടത്തിൽ വളരെ പോസിറ്റീവായാണ് റിയാക്ട് ചെയ്തത്. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ ഡൗ ജോൺസ് 2.15% കുതിച്ചപ്പോൾ നാസ്ഡാക്ക് 100 1.55% നേട്ടവും രേഖപ്പെടുത്തി. സർവകാല ഉയരം കൈവരിച്ച S&P 500 സൂചിക 1.74% മുന്നേറ്റമാണ് നടത്തിയത്. അടുത്ത ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ജനുവരി 27 വരുന്ന ന്യൂ ഹോം സെയിൽസ് ഡാറ്റയാണ് വിപണികൾ കാത്തിരിക്കുന്ന പ്രധാന ഡാറ്റകളിലൊന്ന്. അമേരിക്കൻ GDPയുടെ നല്ലൊരു ഭാഗം സംഭാവന ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ ട്രെൻഡ് വിലയിരുത്താൻ ഈ ഡാറ്റകൾ നിക്ഷേപകരെ സഹായിക്കും. ജനുവരി 28 വരുന്ന ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ കണക്കുകളും വിപണി ശ്രദ്ധയാകർഷിക്കും. നിർമ്മാണ മേഖലയുടെ ഡിമാൻഡ് നിർണ്ണയിക്കാൻ ഈ ഡാറ്റയിലൂടെ സാധിക്കും. അന്നേ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന CB കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റയും സൂചികകളെ സ്വാധീനിച്ചേക്കാം. ജനുവരി 29 2025 ആദ്യത്തെ FOMC യോഗ തീരുമാനങ്ങൾ അറിയാം. ഷോർട്ട് ടേമിൽ പണപ്പെരുപ്പം കൂടിയാലും കോർപ്പറേറ്റ് നികുതി കുറയ്ക്കാനും താരിഫ് ഏർപ്പെടുത്തണമെന്നുമൊക്കെയുള്ള ട്രംപിന്റെ പ്രഖ്യാപനം ഫെഡിനെ വലിയ സമ്മർദ്ദത്തിലാണ് ആക്കിയത്. നിലവിലെ പലിശ നിരക്ക് 4.25% മുതൽ 4.5% വരെയാണ്. അനുകൂലമായ ഡാറ്റകളാണെങ്കിൽ പോലും ധനനയം കൂടുതൽ സ്ട്രിക്റ്റ് ആക്കാനാണ് തീരുമാനമെങ്കിൽ അമേരിക്കൻ സൂചികകൾക്ക് കനത്ത തിരിച്ചടിയാകും. മറിച്ച് ട്രംപിനൊപ്പം സഞ്ചരിക്കാനാണ് ഫെഡ് തീരുമാനിക്കുന്നതെങ്കിൽ US സൂചികകൾ പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കാം. ജനുവരി 30 US ഡിസംബർ പാദത്തിലെ അഡ്വാൻസ്ഡ് GDP അനുമാനങ്ങൾ എത്തും. കഴിഞ്ഞ തവണത്തെ അനുമാനം 3.1% ഇത്തവണ 3% ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനുകൂലമായ ഡാറ്റയാണെങ്കിൽ ഡോളർ കരുത്താർജിക്കാനും അതുവഴി അമേരിക്കൻ സൂചികകളിൽ മുന്നേറ്റത്തിനും കാരണമായേക്കാം. അന്ന് തന്നെ പതിവ് പോലെ എത്തുന്ന ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡാറ്റയും തുടർന്ന് ജനുവരി 31 വിലക്കയറ്റം മെഷർ ചെയ്യാൻ ഫെഡ് ഉപയോഗിക്കുന്ന പ്രധാന ഇൻഡിക്കേറ്റേഴ്സിൽ ഒന്നായ കോർ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ അഥവാ കോർ PCE ഡാറ്റയും എത്തും. ഫെഡ് സ്വീകരിച്ച നടപടികൾ എത്രത്തോളം ശരിയായിരുന്നുവെന്ന് ഈ ഡാറ്റകളിലൂടെ വിപണിക്ക് വിലയിരുത്താം. വിവിധ PMI കണക്കുകളായിരുന്നു പോയ വാരം യൂറോപ്യൻ വിപണികളെ നയിച്ചത്. അമേരിക്കൻ സൂചികകൾക്ക് പിന്നാലെ യൂറോപ്യൻ സൂചികകളിലും ബൈയിങ് ഇൻട്രസ്റ്റ് ആണ് കാണാൻ സാധിച്ചത്. വീക്ക്ലി ബേസിസിൽ ഡാക്സ് 2.35% കുതിച്ചപ്പോൾ ഫുട്സെ 100 0.03% താഴ്ന്ന് ഒരു ഫ്ലാറ്റ് ടോണിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. CAC 40 2.83% മികച്ച നേട്ടവുമാണ് നിക്ഷേപകർക്ക് നൽകിയത്.
ജനുവരി 29 യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ധനനയ യോഗ തീരുമാനങ്ങളാണ് അടുത്തയാഴ്ച യൂറോപ്പ് കാത്തിരിക്കുന്ന നിർണായക ഡേറ്റ. സാമ്പത്തിക വളർച്ചയിലടക്കം യൂറോപ്യൻ രാജ്യങ്ങൾ പ്രതിസന്ധി നേരിടുന്നു. അതുകൊണ്ട് തന്നെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിനായി 2025 ധനനയത്തിൽ ഇളവ് വരുത്തിയേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ റേറ്റ് കട്ട് സൈക്കിൾ സാവധാനത്തിലായിരിക്കുമെന്ന ECB പ്രസിഡന്റ് ക്രിസ്റ്റ്യൻ ലഗാർഡയുടെ പ്രസ്താവനയും നിക്ഷേപകരെ ഒരു കോഷ്യസ് സ്റ്റാൻസിലേക്ക് നയിച്ചിട്ടുണ്ട്. 3.15% നിലവിലെ പലിശ നിരക്ക്. 25 ബേസിസ് പോയിന്റ് വരെ കുറച്ചേക്കാമെന്നാണ് വിപണിയുടെ പ്രതീക്ഷ. ഒപ്പം അന്ന് തന്നെ ഫ്രാൻസ്, ജർമ്മനി, യൂറോസോൺ എന്നിവയുടെ GDP കണക്കുകളും എത്തും. ഒപ്പം ജനുവരി 31 ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളുടെ പണപ്പെരുപ്പ കണക്കുകളോടെ യൂറോപ്പിന്റെ ഇൻഫ്ലേഷന്റെയും വളർച്ചയുടെയും ഗതി നിക്ഷേപകർക്ക് വിലയിരുത്താൻ സാധിക്കും. അന്ന് വരുന്ന ജർമ്മനിയുടെ തൊഴിലില്ലായ്മ കണക്കുകളും വിപണി ശ്രദ്ധയാകർഷിക്കും. പ്രതീക്ഷിച്ചതുപോലെ ബാങ്ക് ഓഫ് ജപ്പാൻ പലിശ നിരക്ക് ഉയർത്തിയതും 6 മാസത്തിനിടയിൽ ആദ്യമായി ജപ്പാൻ ട്രേഡ് സർപ്ലസിലേക്ക് ഉയർന്നതും ജാപ്പനീസ് സൂചികയെ ഉത്തേജിപ്പിച്ചു. ചൈനീസ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ ഉത്തേജന നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ചൈനീസ് സൂചികകൾക്കും തുണയായി. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ നിക്കേ 225 3.81% പ്രതിവാരാടിസ്ഥാനത്തിൽ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ഷാങ്ഹായ് കോമ്പസിറ്റ് 0.33% നേട്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. ചൈനീസ് പുതുവർഷ ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു ലോങ് ഹോളിഡേ വീക്കിലേക്കാണ് കടക്കുന്നത്. എങ്കിലും ജനുവരി 26 ചൈനയുടെ നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കോമ്പസൈറ്റ് നിർമ്മാണ ഇതര PMI ഡാറ്റകളോടെ ആയിരിക്കും തിങ്കളാഴ്ച വിപണികൾ പ്രതികരിക്കുക. ജനുവരി 30 വരുന്ന വ്യാവസായിക ഉൽപാദന ഡാറ്റകളും വിപണി ശ്രദ്ധ ആകർഷിക്കും. കമോഡിറ്റി മാർക്കറ്റിൽ ബ്രെന്റ് ക്രൂഡ് തുടർച്ചയായ 4 ദിനങ്ങളിലും ഇടിവ് രേഖപ്പെടുത്തി. വാരാന്ത്യത്തിൽ 2.93% ഇടിവിൽ ബാരലിന് $77.42 വ്യാപാരം അവസാനിപ്പിച്ചത്. WTI ക്രൂഡ് 3.75% ഇടിഞ്ഞ് ബാരലിന് 74.16 എന്ന നിലയിലും അവസാനിച്ചു. US-ൽ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളെക്കുറിച്ച് പ്രസിഡന്റ് ട്രംപ് അടുത്തിടെ പ്രഖ്യാപിച്ചതാണ് എണ്ണ വിലയെ ഇടിവിലേക്ക് നയിച്ചത്. കൂടാതെ പോയ വാരത്തിൽ ക്രൂഡ് ഇൻവെന്ററിയിൽ 1.017 മില്യൺ ബാരൽ മാത്രമാണ് ഇടിവുണ്ടായത്. ടെക്നിക്കൽ സൈഡിൽ ബ്രെന്റ് ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $76.71, തുടർന്ന് $75.38, $73.35 അപ്സൈഡിലേക്ക് വരുമ്പോൾ $80.07, തുടർന്ന് $82.1 റെസിസ്റ്റൻസ് ആയി കണക്കാക്കാം. ഇത് മറികടക്കാൻ സാധിച്ചാൽ $83.43 റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. WTI ക്രൂഡിനെ സംബന്ധിച്ച് $75.53 ആദ്യ റെസിസ്റ്റൻസ്, തുടർന്ന് $76.9, $77.53 ലെവലുകളിലും റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഡൗൺ സൈഡിലേക്ക് വന്നാൽ $73.84, $73.06 എന്നീ പോയിന്റുകളിലാണ് പ്രധാന സപ്പോർട്ട് ലെവലുകൾ. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ $71.98 റെസിസ്റ്റൻസ് പരിഗണിക്കാം. തുടർച്ചയായ 4ാം വാരവും നേട്ടമാണ് സ്വർണ്ണവിലയിൽ കാണുന്നത്. പ്രതിവാരാടിസ്ഥാനത്തിൽ 2.51% നേട്ടത്തോടുകൂടി ട്രോയ് ഔൺസിന് $2,770 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ബാങ്ക് ഓഫ് ജപ്പാൻ പലിശ നിരക്ക് കൂട്ടിയതും ഡൊണാൾഡ് ട്രംപ് ചൈനയിൽ ഏർപ്പെടുത്തിയ താരിഫുകളുമാണ് സ്വർണത്തിന്റെ നേട്ടത്തിന് കാരണമായത്. സർവകാല ഉയരത്തിൽ നിന്നും 20 പോയിന്റ് അകലെ മാത്രമാണ് സ്വർണം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ടെക്നിക്കൽ സൈഡിൽ വരുന്ന സെഷനുകളിൽ സർവകാല ഉയരമായ $2,790 എന്ന ലെവൽ റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാം. തുടർന്ന് $2,800 റെസിസ്റ്റൻസ് കണക്കാക്കാം. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $3,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ വരെ സ്വർണം കുതിച്ചേക്കാം. 2,721 എന്ന ലെവലിൽ ആദ്യ സപ്പോർട്ടായി പരിഗണിക്കുമ്പോൾ ഒക്ടോബർ മാസത്തെ ഏറ്റവും താഴ്ന്ന ലെവലായ $2,709 സപ്പോർട്ടുണ്ട്. ഈ ഒരു ലെവൽ കൂടി ബ്രേക്ക് ചെയ്താൽ 2,680 എന്ന ലെവൽ വരെയും പോയേക്കാം. തുടർച്ചയായ 11 ആഴ്ചയിലെ മൂല്യമിടിവിന് ശേഷം കഴിഞ്ഞ ആഴ്ചയിൽ രൂപയുടെ മൂല്യം ഉയർന്നു. ഡോളർ മൂല്യമിടിവ് നേരിട്ടതും ക്രൂഡ് ഓയിൽ വില താഴ്ന്നതുമാണ് രൂപയെ പിന്തുണച്ചത്. എങ്കിലും വിദേശ നിക്ഷേപകരുടെ പണം പിൻവലിക്കലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വവും രൂപയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. വാരാന്ത്യത്തിൽ 0.47% ഉയർന്ന് 86.14 എന്ന നിലയിലാണ് രൂപ വ്യാപാരം അവസാനിപ്പിച്ചത്. സർവകാല ഉയരമായ 86.69 രൂപ എന്ന നിലയിലാണ് രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. തുടർന്ന് 87 രൂപ എന്ന സൈക്കോളജിക്കൽ ലെവലിലും സപ്പോർട്ട് പ്രതീക്ഷിക്കാം. മറുവശത്ത് 86.18 രൂപയിലാണ് ആദ്യ റെസിസ്റ്റൻസ് ഉള്ളത്.
തുടർന്ന് 85.85 രൂപയിലും 85.65 രൂപയിലും റെസിസ്റ്റൻസ് പരിഗണിക്കാം. പോയ വാരത്തിൽ FIIയുടെ ഭാഗത്തു നിന്നും നെറ്റ് സെല്ലിംഗ് ആണ് ഉണ്ടായത്. വിദേശ നിക്ഷേപകർ 22,504.08 കോടിയുടെ അറ്റ വിൽപ്പന നടത്തിയപ്പോൾ DIAകൾ 17,577.36 കോടിയുടെ നിക്ഷേപവും നടത്തിയിട്ടുണ്ട്. ജനുവരി 24-നെത്തിയ നിക്കേ സർവീസസ് PMI ഡാറ്റയും നിക്കേ S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI കണക്കുകളുമായിരുന്നു പോയ വാരം വിപണിക്ക് നിർണായകമായത്. ജനുവരി 2-ലെ 56.4 നിന്നും മാനുഫാക്ചറിംഗ് PMI 58 റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇതേ കാലയളവിലെ സർവീസ് PMI 59.3 നിന്നും 56.8 താഴ്ന്നു. ജനുവരി 22-നെത്തിയ മണി സപ്ലൈ കണക്കുകളായിരുന്നു പോയ വാരം എത്തിയ മറ്റൊരു ഡാറ്റ. ജനുവരി 9-ലെ 9.3% നിന്നും മണി സപ്ലൈ 10.1 ഉയർന്നു. വരുന്ന വാരം ജനുവരി 31-ന് ഫെഡറൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഡാറ്റയും പുറത്തുവരും. നവംബറിൽ 8,465.94 ബില്യൺ രൂപയായിരുന്നു ഫിസ്ക്കൽ ഡെഫിസിറ്റായി റിപ്പോർട്ട് ചെയ്തിരുന്നത്. അന്നേ ദിവസം തന്നെ RBIയുടെ മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിവ്യൂവും പുറത്തുവരും. ജനുവരി 31-ന് തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് കണക്കുകളും റിപ്പോർട്ട് ചെയ്യും. നവംബറിൽ 4.3% ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട്. പതിവ് പോലെ തന്നെ ഫോറക്സ് ഡാറ്റയും ജനുവരി 31-ന് എത്തുന്നുണ്ട്. ജനുവരി 24-ന് അവസാനിച്ച വാരത്തിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $1.88 ബില്യൺ താഴ്ന്ന് $623.98 ബില്യൺ എത്തി. കോർപ്പറേറ്റ് തലത്തിൽ പ്രധാനപ്പെട്ട കമ്പനികളുടെ പാദഫലങ്ങളായിരുന്നു പോയ വാരം വിപണിയെ സ്വാധീനിച്ചത്. സൊമാറ്റോ, IRFC, ഡിക്സൺ ടെക്നോളജീസ്, ഓബ്രോയ് റിയൽറ്റി, 197 കമ്മ്യൂണിക്കേഷൻ, ന്യൂജൻ സോഫ്റ്റ്വെയർ എന്നിവയായിരുന്നു കമ്പനികൾ. ക്വിക്ക് കൊമേഴ്സ് ബിസിനസ്സിലുണ്ടായ തിരിച്ചടിയാണ് സൊമാറ്റോയെ ബാധിച്ചത്. നിയർ ടൈമിൽ ബ്ലിങ്കിറ്റ് നഷ്ടം തുടരുമെന്ന മാനേജ്മെന്റ് കമന്ററിയും ഓഹരികളെ വലച്ചു. IRFC മൂന്നാം പാദത്തിൽ റവന്യൂ സൈഡ് ഫ്ലാറ്റായ പെർഫോമൻസ് രേഖപ്പെടുത്തിയപ്പോൾ അറ്റാദായം ഏകദേശം 2% മാത്രമാണ് ഉയർന്നത്. നെറ്റ് പ്രോഫിറ്റിൽ മികച്ച മുന്നേറ്റം നടത്തിയിട്ടും പ്രതീക്ഷിച്ചതിലും ഉയർന്ന ഡിപ്രീസിയേഷനും ഫിനാൻസ് കോസ്റ്റും ഡിക്സൺ ടെക്കിന്റെ ലാഭക്ഷമതയിൽ തിരിച്ചടിയായി. ഇതിനു പിന്നാലെ ഓഹരികൾ 14%-ലധികം വലിയ ഇടിവിലേക്കാണ് വീണത്. പോയ പാദത്തിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ അലട്ടിയ പേടിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം റിസൾട്ടുകൾ നിർണായകമായിരുന്നു. മൂന്നാം പാദത്തിൽ അറ്റനഷ്ടം 208 കോടിയായി കുറഞ്ഞെങ്കിലും വരുമാനത്തിലുണ്ടായ 36% ഇടിവ് ഓഹരികളിലും പ്രതിഫലിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കായ HDFC ബാങ്ക് ഫലങ്ങളായിരുന്നു ബാങ്കിംഗ് സെക്ടറിൽ നിന്നും നിർണായകം. വിപണി പ്രതീക്ഷയ്ക്ക് അനുസൃതമായ റിസൾട്ടുകൾ ഓഹരിയിൽ മുന്നേറ്റമുണ്ടാക്കിയതിനൊപ്പം വിപണിയുടെ ഗതിയെയും മാറ്റി. ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന ക്വാർട്ടർലി ലാഭമാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് റിപ്പോർട്ട് ചെയ്തത്. അസറ്റ് ക്വാളിറ്റിയിൽ ഉൾപ്പെടെ മെച്ചപ്പെടുത്തലും ബാങ്ക് നടത്തി. വാട്ടർ പ്യൂരിഫയർ ബിസിനസ്സായ പ്യൂരിറ്റ് വിറ്റഴിച്ചതിൽ നിന്നുള്ള വൺ ടൈം എക്സെപ്ഷണൽ ഗെയിൻ FMCG മേജറായ ഹിന്ദുസ്ഥാൻ യൂണിലിവറിനെയും തുണച്ചു. ആഴ്ചയിലെ അവസാന ദിനം പുറത്തുവന്ന ICICI ബാങ്ക്, യെസ് ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക് റിസൾട്ടുകളോടും വിപണി പ്രതികരിക്കും. നിഫ്റ്റി 50 കമ്പനികളിൽ ഒന്നായ കോൾ ഇന്ത്യക്ക് പുറമെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഏണിംഗ് നമ്പേഴ്സും ആഴ്ചയിലെ ആദ്യ ദിനം ശ്രദ്ധാകേന്ദ്രമാകും. പ്രധാനമായും ദുർബലമായ ഓപ്ഷൻ പ്രീമിയങ്ങളിലുണ്ടായ തിരിച്ചടി കോൾ ഇന്ത്യക്ക് സമ്മർദ്ദമാകുമെങ്കിലും മൊത്തം കയറ്റുമതി വർദ്ധിക്കുന്നതിലൂടെ ഈ ആഘാതം ഭാഗികമായി ലഘൂകരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആഗോളതലത്തിൽ എണ്ണവിലയിൽ പല വെല്ലുവിളികളും ഉണ്ടായെങ്കിലും അതൊക്കെ മറികടന്നുകൊണ്ടുള്ള റിസൾട്ടുകളാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം റിപ്പോർട്ട് ചെയ്തത്. പ്രധാന ബിസിനസ് വിഭാഗങ്ങളിലുടനീളം ഉയർന്ന ഡിമാൻഡ് വളർച്ചയ്ക്ക് കാരണമായതോടെ അറ്റാദായം 3 ഇരട്ടിയിലധികമാണ് വർദ്ധിച്ചത്. സമാനമായ ട്രെൻഡ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലും ഉണ്ടാകുമോ എന്നതും വിപണി നിരീക്ഷിക്കും. 27-ാം തീയതി തന്നെയാണ് ടാറ്റ സ്റ്റീലും നമ്പേഴ്സ് പ്രഖ്യാപിക്കുന്നത്. ആഭ്യന്തര വിപണിയിലെ സ്ഥിരമായ വിൽപ്പനയും കയറ്റുമതിയിലെ തന്ത്രപരമായ സാന്നിധ്യവും മികച്ച പാദം സമ്മാനിക്കുമെന്നാണ് Q3 അപ്ഡേറ്റിൽ കമ്പനി പ്രതീക്ഷിക്കുന്നത്. ഇത് എത്രമാത്രം കൃത്യമായി എന്നതും റിസൾട്ടുകളിലൂടെ അറിയാം. അദാനി ടോട്ടൽ ഗ്യാസ്, അദാനി വിൽമർ പാദഫലങ്ങളും അന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യാനിരിക്കുന്നത്. നിഫ്റ്റി 50 കമ്പനികളിൽ നിന്നും ബജാജ് ഓട്ടോ റിസൾട്ടുകൾ 28-ാം തീയതിയാണ് വരാനിരിക്കുന്നത്. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ, സുസ്ലോൺ എനർജി, സിപ്ല എന്നിവയുടെയും നമ്പേഴ്സും അന്ന് തന്നെ അറിയാൻ സാധിക്കും. ഓട്ടോ മേഖല സമ്മിശ്ര പ്രതികരണം റിപ്പോർട്ട് ചെയ്യാനാണ് സാധ്യത. മൂന്നാം പാദത്തിലെ വിൽപ്പനയിലെ കുറവ് ബജാജ് ഓട്ടോ വരുമാനത്തെ ബാധിക്കാനും എബിഡയിൽ ഇടിവുണ്ടാക്കാനുമുള്ള സാധ്യതയാണ് വിദഗ്ധർ പങ്കുവയ്ക്കുന്നത്. തുടർച്ചയായ കരാറുകൾ തുണച്ച രണ്ടാം പാദത്തിലെ ഫലങ്ങൾക്ക് സമാനമായ റിസൾട്ടുകളാണോ സുസ്ലോൺ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതും നിക്ഷേപകർ നിരീക്ഷിക്കും.
29-ാം തീയതി ബജാജ് ഫിനാൻസ്, മാരുതി, ടാറ്റ മോട്ടോഴ്സ്, അംബുജ സിമന്റ്സ് തുടങ്ങിയ പ്രധാന കമ്പനികൾ നമ്പേഴ്സ് പുറത്തുവിടും. എക്കാലത്തെയും ഉയർന്ന കസ്റ്റമർ അഡീഷൻ പ്രതീക്ഷിക്കുന്ന ബജാജ് ഫിനാൻസ് പാദഫലത്തോടെ NBFC മേഖലയുടെ ചിത്രം വ്യക്തമാകും. അതേസമയം ഇരുചക്ര പാസഞ്ചർ വാഹനങ്ങളുടെ വിൽപ്പന ഓട്ടോ മേഖലയെ തുണയ്ക്കുമെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. 30-ന് റിസൾട്ടുകൾ പുറത്തുവിടുന്നതിൽ പ്രമുഖർ ഭാരത് ഇലക്ട്രോണിക്സ്, ലാർസൻ ആൻഡ് ട്യൂബ്രോ, ബജാജ് ഫിൻസർവ്, അദാനി പോർട്ട് കമ്പനികളാണ്. പ്രൊജക്ട്സ് ആൻഡ് മാനുഫാക്ചറിംഗ് സെഗ്മെന്റിൽ 2-ാം പാദത്തിലുണ്ടായ കുതിപ്പ് ഇത്തവണയും L&Tയുടെ റിസൾട്ടുകളിൽ പ്രതിഫലിക്കുമോ എന്നതാകും നിർണായകമാകുന്നത്. ഇനി ഡിഫൻസ് മേഖലയിലെ സർക്കാർ പിന്തുണയും കയറ്റുമതിയിലെ മുന്നേറ്റവും എല്ലാം എത്രമാത്രം വിജയം കണ്ടു എന്നത് പ്രതിരോധ കമ്പനികളുടെ റിസൾട്ടുകളിൽ നിന്ന് തെളിയും. അതുകൊണ്ട് തന്നെ ഭാരത് ഇലക്ട്രോണിക്സ് റിസൾട്ടുകൾ വിപണിയിൽ ഏറെ നിർണായകമാണ്. സൺ ഫാർമസ്യൂട്ടിക്കൽ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, FMCG മേജർ നെസ്ലെ ഇന്ത്യ, ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ്, മാരിക്കോ, ഇൻഡസ്ഇൻഡ് ബാങ്ക് റിസൾട്ടുകളും ആഴ്ചയിലെ അവസാന ദിനം പുറത്തുവരും. IPO മാർക്കറ്റിലേക്ക് വന്നാൽ അടുത്തയാഴ്ച സബ്സ്ക്രിപ്ഷനുമായി എത്തുന്നത് ഡോക്ടർ അഗർവാൾസ് ഹെൽത്ത് കെയർ ആണ്. 2010-ൽ സ്ഥാപിതമായ കമ്പനി iCare സർവീസസിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കമ്പനി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത് 3027.26 കോടി രൂപയാണ്. ജനുവരി 29-ന് ഓപ്പൺ ആകുന്ന കമ്പനിയുടെ IPO സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് 31-ാം തീയതിയാണ്. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 382 രൂപ മുതൽ 402 രൂപ വരെയാണ്. ഫെബ്രുവരി 5-നാണ് ഓഹരികൾ ലിസ്റ്റ് ചെയ്യപ്പെടുക. അവസാന ട്രേഡിംഗ് ഡേയിൽ 2 ദിവസത്തെ വിന്നിംഗ് സ്ട്രീക്ക് ബ്രേക്ക് ചെയ്തായിരുന്നു നിഫ്റ്റി 50 സൂചിക ഏകദേശം 0.5% നഷ്ടത്തിൽ ക്ലോസ് ചെയ്തത്. ടെക്നിക്കലി പറയുമ്പോൾ സൂചികയിൽ പോസിറ്റീവ് മൂവ്മെന്റ് ഉണ്ടായിട്ടും അത് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാത്തത് ഹയർ ലെവലുകളിലെ സെല്ലിംഗ് പ്രഷർ കൊണ്ടാണെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. നിഫ്റ്റിയിലെ വീക്ക്നെസ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് HDFC സെക്യൂരിറ്റീസിലെ അനലിസ്റ്റായ നാഗരാജ് ഷെട്ടി പറയുന്നത്. സൂചികയുടെ ക്രൂഷ്യൽ സപ്പോർട്ട് ലെവൽ 23,000 ആയി പരിഗണിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻ കേസ് ഒരു ഡൗൺ മൂവ് ഉണ്ടായാൽ സൂചികയുടെ അടുത്ത സപ്പോർട്ട് 22,800 ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം നിഫ്റ്റി റിക്കവർ ചെയ്ത് 23,350 മുതൽ 23,400 എന്ന റേഞ്ചിൽ എത്തിയാൽ ഒരു സെൽ ഓൺ റൈസ് മോഡ് പ്രതീക്ഷിക്കാമെന്ന് നാഗരാജ് ഷെട്ടി പറയുന്നു. കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷനുകളിലായി നിഫ്റ്റി 23,450 മുതൽ 22,950 എന്ന റേഞ്ചിൽ ഒരു കൺസോളിഡേഷൻ മോഡിലാണെന്നാണ് SBI സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുമാർ പറയുന്നത്. കൂടാതെ ഷോർട്ട് ടേം, ലോങ് ടേം മൂവിംഗ് ആവറേജുകളുടെ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. 22,950-ന് താഴെ ഇൻഡെക്സ് നീങ്ങിയാൽ സെല്ലിംഗ് പ്രഷർ വർദ്ധിക്കുമെന്നും അതോടെ നെക്സ്റ്റ് സപ്പോർട്ട് സോൺ 22,550, 22,600 ആയി പരിഗണിക്കാമെന്നും അവർ കൂട്ടിച്ചേർത്തു. മറിച്ച് സൂചിക 23,460-ന് മുകളിൽ ക്ലോസ് ചെയ്താൽ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റിന് ശേഷം 23,800-ലേക്ക് നീങ്ങിയേക്കാമെന്നും അവർ പറയുന്നു. പക്ഷേ വോളറ്റിലിറ്റിയിൽ ഒരു വർധനവുണ്ടായാൽ അറ്റ്ലീസ്റ്റ് ഷോർട്ട് ടേമിൽ ബുള്ളിഷ് റിക്കവറിക്കുള്ള സാധ്യത കുറഞ്ഞേക്കാമെന്നും അവർ പറഞ്ഞു വെക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിലും സിമിലറായ മൂവ്മെന്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. വെള്ളിയാഴ്ച 0.5% പോസിറ്റീവായി ഓപ്പൺ ചെയ്ത സൂചിക അത് നിലനിർത്താനാകാതെ 0.46% ഇടിവോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഡെയിലി, വീക്ക്ലി ബേസിസിൽ സൂചികയുടെ അണ്ടർടോൺ നെഗറ്റീവ് ആണെന്നും വിദഗ്ധർ പറയുന്നു. ഈ സാഹചര്യത്തിൽ സൂചികയ്ക്ക് 48,000 സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ 49,000, 49,500 എന്ന റെസിസ്റ്റൻസ് സോണിൽ ഒരു പുൾ ബാക്ക് ഉണ്ടായേക്കാമെന്നും അവർ പറഞ്ഞു വെക്കുന്നു. നിഫ്റ്റി 50-യെ സംബന്ധിച്ചിടത്തോളം 23,000 എന്ന ക്രൂഷ്യൽ ലെവൽ നിലനിർത്താനാകുമോ എന്നതാണ് വരുന്ന വാരത്തിൽ ഏറെ നിർണായകം. ഒപ്പം ഹെവി വെയിറ്റ് കമ്പനികളുടെ പാദഫലങ്ങളും വിപണിയുടെ ഗതിയെ മാറ്റിയേക്കാം. ഇതിലൊക്കെ ഉപരിയായി 3-ാം നരേന്ദ്രമോദി സർക്കാരിന്റെ 2-ാം സമ്പൂർണ്ണ ബജറ്റാണ് ഫെബ്രുവരി 1-ന് നടക്കാനിരിക്കുന്നത്. ഒരു പ്രീ ബഡ്ജറ്റ് റാലിക്ക് വിപണി സാക്ഷ്യം വഹിക്കുമോ എന്നതാണ് നിക്ഷേപകർ ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത്. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും പ്രീ മാർക്കറ്റ് അനാലിസിസുമായി തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.